يا أيها الذين آمنوا لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام غير ناظرين إناه ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق وإذا سألتموهن متاعا فاسألوهن من وراء حجاب ذلكم أطهر لقلوبكم وقلوبهن وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه من بعده أبدا إن ذلكم كان عند الله عظيما إن تبدوا شيئا أو تخفوه فإن الله كان بكل شيء عليما لا جناح عليهن في آبائهن ولا أبنائهن ولا إخوانهن ولا أبناء إخوانهن ولا أبناء أخواتهن ولا نسائهن ولا ما ملكت أيمانهن واتقين الله إن الله كان على كل شيء شهيدا. السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. حمدا كثيرا طيبا مباركا فيه نحمدك يا من أوحت لنا سبل الهداية وسعت عن بصائرنا غشاوة الغوايا ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, സൂറത്തുൽ അഹ്സാബിൻ്റെ 50, 51, 52 ആയത്തുകളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് വിശദീകരിച്ചത്. 51, 52 ആയത്തുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടുത്തെ കുടുംബജീവിതവും അവിടുത്തെ ഭാര്യമാരുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ നൽകപ്പെട്ടിരുന്ന ചില ഇളവുകളും അതൊക്കെ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രവാചകൻ നീതിപൂർവം പാലിച്ചതിൻ്റെ പ്രവാചക ചരിത്രവും അതുപോലെ തന്നെ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട 9 ഭാര്യമാരെക്കുറിച്ചും 52-ാമത്തെ വചനത്തിൽ ആ ഭാര്യമാരുടെ പേരുകളും അവർക്ക് ശേഷം മറ്റൊരു ഭാര്യയെ സ്വീകരിക്കൽ ഉണ്ടായിട്ടില്ല എന്നും അതുപോലെ തന്നെ പിന്നീട് അടിമ സ്ത്രീയായ മാരിയ റളിയല്ലാഹു അൻഹയാണ് സ്വീകരിച്ചിരുന്നത് എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ 53-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ ആ വചനം മുകളിൽ ഓതി കേട്ടിരിക്കുകയാണ്. വചനത്തിൻ്റെ വാക്കർത്ഥത്തിലേക്ക് നേരിട്ട് നമുക്ക് പ്രവേശിക്കാം. അല്പം ദീർഘമായ ഒരു വചനമാണ് 53-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കരുത്, ബുയൂത്തൻ നബി, നബിയുടെ വീടുകളിൽ, ഇല്ല അയ്യൂദന, സമ്മതം നൽകപ്പെട്ടാൽ ഒഴികെ, ലക്കും നിങ്ങൾക്ക്, ഇലാ ത്വആമിൻ, വല്ല ഭക്ഷണത്തിലേക്ക്, മൊയ്ര നാളിരീന, നോക്കിക്കൊണ്ടിരിക്കുന്നവരല്ലാതെ, ഇനാഹു, അതിൻ്റെ പാകം അല്ലെങ്കിൽ അതിൻ്റെ വേവ്, വലാക്കിൻ, പക്ഷേ, ഇദാ ദുഈതും, നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ, ഫദ്ഖുലൂ, അപ്പോൾ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുവിൻ, ഫഇദാ ത്വഇംതും, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ, ഫന്തശിറൂ, നിങ്ങൾ നിരന്നുകൊള്ളുക അല്ലെങ്കിൽ പിരിഞ്ഞു പോവുക അവിടെ നിന്ന്, വല മുസ്തഅനസീന, നേരം പോക്കിൽ ഏർപ്പെടാതെയും, അങ്ങ് പറഞ്ഞാൽ തങ്ങി നിൽക്കാതെയും അവിടെ, ലിഹദീസിൻ, വല്ല വർത്തമാനത്തിലും,
ഇന്നദാലിക്കും നിശ്ചയമായും അത് കാന യുദി ശല്യപ്പെടുത്തുന്നതാകുന്നു അന്നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വയസ്തഹീ അപ്പോഴദ്ദേഹത്തിന് ലജ്ജയുണ്ടാകും മിൻകും നിങ്ങളെക്കുറിച്ച് വല്ലാഹു അല്ലാഹു ആകട്ടെ ലാ യസ്തഹീ അവൻ ലജ്ജ കാണിക്കുകയില്ല മിനൽ ഹക്കി യാഥാർത്ഥ്യത്തെ കാര്യത്തെക്കുറിച്ച് വഇദാ സഅൽതുമൂഹുന്ന നിങ്ങൾ അവരോട് ചോദിക്കുന്നതായാൽ മതാഅൻ വല്ല സാധനവും വല്ല ഉപകരണവും ഫസ്അലൂഹുന്ന എന്നാൽ അവരോട് ചോദിക്കുവിൻ മിൻ വറാഇൽ ഹിജാബിൻ മറയുടെ പിന്നിൽ നിന്ന് ദാലിക്കും അത്ഹറു അത് കൂടുതൽ ശുദ്ധമായതാണ് വെടിപ്പുള്ളതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിക്കുന്നത്. കൂടുതൽ വെടിപ്പുള്ളതാണത്. ലി കുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വ കുലൂബിഹിന്ന അവരുടെ ഹൃദയങ്ങൾക്കും ഒമാ കാനലക്കും നിങ്ങൾക്ക് പാടില്ലതാനും അൻതുഉ നിങ്ങൾ ശല്യപ്പെടുത്തൽ സ്വൈര്യം കെടുത്തൽ റസൂൽ അല്ലാഹി അല്ലാഹുവിൻ്റെ റസൂലിനെ വല അൻ തൻകിഹു നിങ്ങൾ വിവാഹം ചെയ്യലും പാടില്ല അസ്വാജഹു അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷം അബദൻ ഒരിക്കലും എന്നെന്നും ഇന്നദാലിക്കും നിശ്ചയമായും അത് ഖാന ആകുന്നു ഇൻദല്ലാഹി അല്ലാഹുവിങ്കൽ അലീമ വമ്പിച്ച കാര്യമാകുന്നു. നോക്കൂ, ഈ ദീർഘമായ വചനത്തിൻ്റെ വാക്കർത്ഥമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, വിശ്വസിച്ചവരെ നബിയുടെ വീടുകളിൽ വല്ല ഭക്ഷണത്തിലേക്കും ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുവാദം കിട്ടിയിട്ടല്ലാതെ നിങ്ങൾ പ്രവേശിക്കരുത് വീട്ടിലേക്ക്. അതിൻ്റെ പാകം വേവ് നോക്കിക്കൊണ്ടിരിക്കുന്നവരല്ലാത്ത നിലക്ക് വേണം പ്രവേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുകയും ചെയ്യുക. ഭക്ഷണം കഴിച്ചാൽ വേഗം പിരിഞ്ഞു പോവുകയും ചെയ്യുവിൻ. വല്ല വർത്തമാനത്തിനുമായി നേരം പോർക്കിലേർപ്പെട്ട് നിൽക്കാതിരിക്കുകയും ചെയ്യണം. കാരണം നിശ്ചയമായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ അത് തുറന്നു പറയുവാൻ നിങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ലജ്ജയായിരിക്കുകയും ചെയ്യും. അള്ളാഹു ആകട്ടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് തുറന്നു കാട്ടുവാൻ ലജ്ജ കാണിക്കുകയുമില്ല. നിങ്ങൾ അവരോട് അഥവാ പ്രവാചകന്റെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുന്നതായി വന്നാൽ മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളണം. നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ ശുദ്ധത വരുത്താൻ ശുദ്ധമായിട്ടുള്ളതാണത്. അള്ളാഹുവിൻ്റെ റസൂലിന് ശല്യമുണ്ടാക്കുവാൻ നിങ്ങൾക്ക് പാടുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല. നിശ്ചയമായും അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പമ്പിച്ച കാര്യമാകുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 53-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. സാമൂഹ്യമായ മര്യാദകളെക്കുറിച്ചും പ്രവാചകന്റെയും പ്രവാചകന്റെ പത്നിമാരുടെയും പവിത്രതകളെക്കുറിച്ചും വളരെ വ്യക്തമായ നിയമങ്ങളാണ് ഈ വചനത്തിലൂടെ നൽകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ്. ഇല്ല, ഇതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് സാമൂഹ്യ മര്യാദകളും പ്രവാചകന്റെ ഭവനത്തിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട മര്യാദകളുമാണ് ഇതിൽ ഉള്ളടങ്ങിയിട്ടുള്ളത്. പ്രവേശിക്കുമ്പോഴും അവിടെയൊക്കെ പത്നിമാരോട് സംസാരിക്കുമ്പോഴുമുള്ള കൃത്യമായ പെരുമാറ്റ ചട്ടങ്ങളാണ് അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മളോട് നിഷ്കർഷിക്കുന്നത്. പ്രവേശനവും അതുപോലെ അവിടുത്തെ ഭക്ഷണം കഴിക്കലുമായി ബന്ധപ്പെട്ട് മാന്യതയുടെ അതിരുകൾ അനുവാദം ചോദിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏതൊരിടത്ത് ചെന്നാലും അനുവാദം ചോദിക്കണം. അനുവാദം ചോദിക്കാതെ നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്, അത് റൂമിനുള്ളിലേക്കാണെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും മറ്റുള്ള റൂമിലേക്കാണെങ്കിലും ഒക്കെ അനുവാദം ചോദിച്ചുകൊണ്ട് കയറുക എന്ന വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ ഒരു മര്യാദ. അത് മറ്റു ചില സൂറത്തുകളിലെ വചനങ്ങളിലും നമുക്ക് സൂറത്ത് ഹുജറാത്തിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അനുവാദം ചോദിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്രവാചകന്റെ ഭവനങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർ മാത്രം, ഭക്ഷണത്തിനോ സദ്യക്കോ ക്ഷണിക്കപ്പെട്ടവർ മാത്രമേ ചെല്ലാവൂ എന്നും ക്ഷണിക്കപ്പെടാതെ കടന്നു ചെല്ലുന്നത് തികച്ചും തെറ്റാണ് എന്നും അതുപോലൊരു സമയക്രമവും ഭക്ഷണം പാകമാകാൻ കാത്തിരുന്ന സമയം കളരുതെന്നും നേരത്തെ എത്തി കാത്തിരിക്കുന്നത് വീട്ടുകാർക്ക് വലിയ ശല്യമാണ് എന്നും കൃത്യസമയത്തെത്തി ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ പിരിഞ്ഞു പോകണമെന്നും ഇതൊക്കെയാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും മാന്യത കാരണം, പ്രവാചകന് ലജ്ജ കാരണം അത് പറയാൻ മടിക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹു ഇത് ഗൗരവത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു കാര്യങ്ങളെ പഠിപ്പിച്ചു തരുന്നതിൽ ലജ്ജിക്കുന്നവനല്ലല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരു മറയുടെ പിന്നിൽ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹിജാബിൻ്റെ നിയമങ്ങൾ നമുക്കറിയാം. പ്രവാചകന്റെ പത്നിമാരോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അവരുമായി മുഖാമുഖം സംസാരിക്കാതെ മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചോദിക്കുക എന്ന നിയമം
ഈ നിയമങ്ങൾ പുരുഷന്റെയും സ്ത്രീകളുടെയും ഹൃദയങ്ങളുടെ പരിശുദ്ധി, നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകന്റെ പത്നിമാരുടെ അന്തസ്സും മാന്യതയും നിലനിർത്താൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ പ്രവാചക പത്നിമാരുടെ പവിത്രത ഈ വചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിമാരുടെ പവിത്രതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നബിയുടെ വിയോഗശേഷം അവിടുത്തെ പത്നിമാരെ വിവാഹം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നിഷിദ്ധമാണ്, ഹറാമാണ്. വിശ്വാസികളുടെ മാതാക്കളാണ് അവർ. സ്വന്തം മാതാവിനെ വിവാഹം കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഈ പദവിയും അള്ളാഹു നൽകിയിട്ടുള്ളത്. മുഅ്മിനീങ്ങളുടെ മാതാവാണ് പ്രവാചകന്റെ പത്നിമാർ, ആയിഷ ഉമ്മയെ പോലെയുള്ളവർ. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വമ്പിച്ചൊരു കാര്യവുമാണ് എന്നാണ് ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഈ ആയത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ വായിക്കണം. അതിൻ്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ പരീക്ഷയ്ക്ക് സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അള്ളാഹു നൽകിയ അനുമതി, പ്രവാചകോരങ്ങളിൽ പ്രവേശിക്കാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്ന നിയമത്തെക്കുറിച്ചും, അതുപോലെ അവിടെ കഴിക്കുന്ന സദ്യയുടെ ഭക്ഷണത്തിൻ്റെ മര്യാദകളെക്കുറിച്ചും, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്നതിനെക്കുറിച്ചും, അവിടെ നിന്ന് ശല്യമുണ്ടാക്കാത്തതിനെക്കുറിച്ചും, മറയുടെ പിന്നിൽ നിന്ന് ചോദിക്കുന്നതിന് ഹിജാബ് എന്ന വിഷയത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ നേരിട്ടല്ലാതെ മറയുടെ പിന്നിൽ നിന്ന് സംസാരിക്കണമെന്ന ഒരു നിയമം കൂടി അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചക പത്നിമാരെ പ്രവാചകന് ശേഷമാർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന കാര്യം നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ സദ്യവേളയിൽ ഉണ്ടായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വചനം അവതരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിശ്ചയമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശല്യപ്പെടുത്തുന്നത് അള്ളാഹുവിങ്കൽ വമ്പിച്ച പാപമാണ് എന്നും ഈ നിയമം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് മാത്രമുള്ളതല്ല എന്നും ഈ ആയത്ത് വായിക്കുന്ന ഇന്നും നമുക്കിതിന് മാന്യമായ പ്രവാചകന്റെ ഹദീസിനോട് മാന്യമായ നിലപാട് സ്വീകരിക്കണമെന്നും, ഈ കാലത്തും നമ്മൾ സാമൂഹ്യമായി ജീവിക്കുമ്പോൾ മറ്റുള്ള വീടുകളിലേക്ക് ചെല്ലുമ്പോൾ, സ്ത്രീകളോട് അവരുടെ സമീപത്തേക്ക് എത്തുമ്പോഴൊക്കെയുള്ള പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ കൂടി ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉന്നതമായ ജീവിത മൂല്യമുള്ളവർക്കിടയിൽ ഈ വചനങ്ങളുടെ നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനുഷ്യൻ്റെ ഹൃദയങ്ങൾ അറിയുന്ന, സ്ത്രീയെയും പുരുഷനെയും വ്യഭിചരിച്ചറിയുന്ന റബ്ബ് അവരുടെ ഇടയിൽ പാലിക്കേണ്ട നിയമങ്ങളും, ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സലാം പറയണമെന്നും, വാതിലിൻ്റെ നേരെ നിൽക്കരുതെന്നും, മാറി നിൽക്കണമെന്നും, സലാം അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ മടങ്ങിപ്പോകണമെന്നും, ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പല കാരണങ്ങളുണ്ടാകാം, പക്ഷെ അവിടെ ആളുണ്ടെങ്കിൽ പോലും അവരുടെ അനുവാദമില്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലരുതെന്ന ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് പല ആളുകളും അങ്ങ് കയറി അടുക്കളയിൽ, കിച്ചണിലേക്കും അതുപോലെ ഹോളിലേക്കും ഒക്കെ എത്തുന്നൊരവസ്ഥയുണ്ട്. ആരും അറിയാതെ പെട്ടെന്ന് കാണുമ്പോൾ വീട്ടുകാർ ഞെട്ടിപ്പോകുന്ന പല അവസ്ഥകളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും ഇസ്ലാമികമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 53-ാമത്തെ വചനമാണ് നമ്മൾ അതിൻ്റെ വിശദീകരണമാണ് കേട്ടത്. 54-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, അതിൻ്റെ വാക്കർത്ഥത്തിലേക്ക് പറഞ്ഞാൽ, ഇൻ തുബ്ദു, നിങ്ങൾ വെളിവാക്കുന്ന പക്ഷം ഷൈഅൻ, വല്ല കാര്യവും, ഔ തുഖ്ഫൂഹു, അല്ലെങ്കിൽ അത് മറച്ചു വെക്കുന്നതായാൽ, ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അല്ലാഹു കാന ആകുന്നു, ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെ പറ്റിയും, അലീമ, അറിയുന്നവനാകുന്നു എന്നാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത വചനം, ഈ ആയത്തിൽ അല്ലാഹ് പറയുന്നത്, നിങ്ങൾ വല്ല കാര്യവും വെളിവാക്കുകയോ അല്ലെങ്കിൽ മറച്ചു വെക്കുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനാകുന്നു എന്നാണ്. അതുപോലെ തന്നെ 55-ാമത്തെ വചനം, 55-ാമത്തെ വചനത്തിലും 54-ാമത്തെ വചനത്തിൽ 55-ാമത്തെ വചനം അതിനോട് ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. ലാ ജുനാഹ, തെറ്റില്ല, അലൈഹിന്ന, അവരുടെ മേൽ, ഫി ആബായിഹിന്ന, അവരുടെ പിതാക്കളിൽ, വല അബ്നാഇഹിന്ന, അവരുടെ പുത്രന്മാരിലുമില്ല, വല ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദരന്മാരിലുമില്ല, വല അബ്നാഇ ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദര പുത്രന്മാരിലുമില്ല, വല അബ്നാഇ അഖ്വാതിഹിന്ന, അവരുടെ സഹോദരി പുത്രന്മാരിലുമില്ല, വല നിസാഇഹിന്ന, അവരുടെ സ്ത്രീകളിലുമില്ല, വല മാ മലക്കത്ത്, ഉടമപ്പെടുത്തിയവരിലുമില്ല, ഐമാനുഹുന്ന, അവരുടെ വലങ്കൈ, വത്തഖീന, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ, ഭയഭക്തി കാണിക്കുവിൻ, അള്ളാഹുവിനോട്, ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു ഖാന ആകുന്നു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിൻ്റെ മേലും, ഷഹീദ, സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ 54, 55 വചനങ്ങൾ
ഇവിടെ പർദ അഥവാ ഹിജാബ് നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 53-ാമത്തെ വചനത്തിൽ പ്രവാചക പത്നിമാർക്ക് പ്രത്യേകമായി നൽകിയ നിയമങ്ങൾ, ഹിജാബുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പൊതുവായ സ്ത്രീ സമൂഹത്തിന് എങ്ങനെ ബാധകമാകുന്നു എന്നതിൻ്റെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ അഹ്സാബിലെ പർദാ നിയമവുമായി ബന്ധപ്പെട്ട് 55-ാമത്തെ വചനം, അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രധാനമായും പറയുന്നത് പൊതുവായ സ്ത്രീകൾ പർദ ആചരിക്കണമെന്നോ നിർദ്ദേശിക്കുകയാണ്. വളരെ അടുത്ത ബന്ധുക്കളായ 7 വിഭാഗങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് മുമ്പിൽ പർദയുടെ കടുപ്പമുള്ള നിയമങ്ങൾ ബാധകമല്ല എന്നതാണ് മനസ്സിലാവുന്നത്. 1. പർദയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 7 കൂട്ടർ ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത് പിതാക്കന്മാർ, സ്വന്തം പിതാവ്, അതുപോലെ പുത്രന്മാർ, സ്വന്തം മക്കള്, സഹോദരങ്ങൾ, സ്വന്തം സഹോദരങ്ങൾ, സഹോദരപുത്രന്മാർ, സഹോദരൻ്റെ മക്കള്, സഹോദരി പുത്രന്മാർ, സഹോദരിയുടെ മക്കള്, തങ്ങളുടെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളായ ഉടമസ്ഥതയിലുള്ള അടിമകളോ സേവകരോ എന്ന് സൂചിപ്പിക്കുന്നത് അതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അമ്മാവന്മാർ, അമ്മായിമാർ, മറ്റടുത്ത ബന്ധുക്കൾ എന്നിവരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നിസാഇന, തങ്ങളുടെ സ്ത്രീകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ സ്ത്രീകൾ എന്നത് മുസ്ലിം സ്ത്രീകളെയാണ്. അവിശ്വാസികളായ സ്ത്രീകളുടെ മുന്നിൽ മുസ്ലിം സ്ത്രീ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് സൂറത്തുൻ നൂറിലെ 31-ാമത്തെ വചനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവിശ്വാസികളായ സ്ത്രീകളെ കണ്ട് അന്യപുരുഷന്മാർ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളെയോ മറ്റോ വിവരങ്ങൾ ചോദിച്ചറിയാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് മുന്നിലും പർദാ നിയമങ്ങൾ പാലിക്കണമെന്നാണ് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നത്. അതോടെ തന്നെ അടുപ്പമുള്ളവർ എന്ന് പറഞ്ഞത് അത്തരം പരാമർശിക്കപ്പെട്ടവരെല്ലാം വളരെ അടുത്ത കുടുംബ ബന്ധമുള്ളവരാണ്. ഈ ബന്ധുക്കൾ തമ്മിൽ അമിത അകലം പാലിക്കേണ്ടതില്ല എന്നതാണ് ഇതിൻ്റെ താല്പര്യം. ലളിതമായ പെരുമാറ്റം. പർദയുടെ നിയമങ്ങൾ അന്യപുരുഷന്മാർക്കുള്ളതാണ്. കുടുംബത്തിൽ ഏറ്റവും അടുത്തവരുമായി ഒരു സ്ത്രീക്ക് മാന്യമായ ആശയവിനിമയം നടത്തുന്നതിനും വീട്ടുജോലികളിൽ ഏർപ്പെടുന്നതിനും ഈ ഒഴിവാക്കൽ സൗകര്യം നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 7 കൂട്ടരെയാണ് ഇവിടെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരല്ലാത്ത ഇതര സ്ത്രീകളുടെ പർദാ നിയമത്തിലും ഈ 7 കൂട്ടർ ഒഴിവാക്കപ്പെട്ടത് തന്നെയാണ്. കൂടുതൽ അടുത്ത കുടുംബങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. അമ്മാവന്മാരും പിതൃവ്യന്മാരും മറ്റു ചിലരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നും തങ്ങളുടെ സ്ത്രീകൾ എന്നു പറഞ്ഞതിൻ്റെ താല്പര്യം മുസ്ലിം സ്ത്രീകൾ എന്നാണെന്നും ഇതിൽ വിമതസ്ഥരായ സ്ത്രീകളിലും പർദാ നിയമം ആചരിക്കണമെന്നും മറ്റു സൂറത്തുൻ നൂറിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ആയത്തുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമുക്കതിൻ്റെ വിശദീകരണങ്ങൾ വായിച്ചാൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നും കൂടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ, നിങ്ങൾ വല്ല കാര്യവും വെളിവാക്കുകയോ അല്ലെങ്കിൽ മറച്ചു വെക്കുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനാണ്. അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ ഒന്നും കഴിയില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രണം കൃത്യമായി അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു തആല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അതിലൊന്നും യാതൊരു കാപഢ്യമോ അതുപോലെ തന്നെ മറച്ചുവെക്കലോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹു കൃത്യമായി അതെല്ലാം അറിയുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. തങ്ങളുടെ പിതാക്കളിലാകട്ടെ, പുത്രന്മാരിലാകട്ടെ, സഹോദരന്മാരിലാകട്ടെ, സഹോദരിമാരുടെ പുത്രന്മാരിലാകട്ടെ, സഹോദരിമാരുടെ ആരിലാകട്ടെ, തങ്ങളുടെ സ്ത്രീകളിലാകട്ടെ, തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരിലാകട്ടെ, അവരുടെ മേൽ യാതൊരു കുറ്റവുമില്ല. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. നിശ്ചയമായി അള്ളാഹു എല്ലാത്തിൻ്റെയും സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ നമ്മളെ പ്രധാനമായും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.